ഹലോ വെൽക്കം ടു ഹെസാസ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഞാൻ റീസെൻ്റ്ലിയാണ് കുവൈത്തിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മുമ്പത്തെ കുറേ വീഡിയോസിൽ ഞാൻ കുറേ കിച്ചൺ ഐറ്റംസ് അതേപോലെ തന്നെ ഓരോന്നും വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളെ പുതിയ കിച്ചണിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇക്കാൻ്റെ 10 ഫ്രണ്ട്സിനുള്ള ഫുഡും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തോട് കൂടി തന്നെ കിടന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ റമദാന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റമദാൻ റിലേറ്റഡ് വീഡിയോസൊക്കെ ഉടനെ തന്നെ രാവിലെ എണീക്കുമ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറി ആദ്യം നോക്കുന്നത് ഈ പൂവാണ്, എന്തായിട്ടുണ്ട്, വാടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. പിന്നെ എക്കയും മോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പാലെടുത്തിട്ട് ചൂടാക്കാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റാൽ തന്നെ ഒരു ഗ്ലാസ് പാലും ബിസ്ക്കറ്റൊക്കെ കുടിച്ചതിന് ശേഷം കിച്ചണത്തെ പണിയൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ 3 ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായി കട്ട് ചെയ്തതിന് ശേഷം മസാല പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 10-12 പേർക്കുള്ള ഫുഡാണ്. അപ്പോൾ ആദ്യം തന്നെ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പ് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊടിച്ചെടുക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ വറുത്ത് പൊടിപ്പിക്കാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഗരം മസാലയുടെ ഐറ്റംസ് വറുത്തത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് നേരെ മിക്സറിൻ്റെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ഐറ്റംസും പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാനുണ്ട്. സാധാരണ ഗരം മസാല ഒക്കെ ഞാൻ പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാവുമ്പോൾ ഓരോ ആവശ്യത്തിന് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അത് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗരം മസാലയുടെ പൊടിച്ചെടുത്ത ഗ്രൈൻഡറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഉള്ളി അതേപോലെ തക്കാളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. അതിനു വേണ്ടി ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതേപോലെ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. സാധാരണ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വഴറ്റാനാണ് ഏറ്റവും വലിയൊരു പണി. അപ്പോൾ ഞാനൊരു ട്രിക്ക് ആണ് യൂസ് ചെയ്യാറ്. ജസ്റ്റ് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും. എന്നിട്ട് അടപ്പ് വെച്ച് മൂടി ജസ്റ്റ് ചെറിയ തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മോളേക്കും കൂടിയിട്ട് ആലു പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് ജസ്റ്റ് ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാൽ ചായയും ഈ ആലു പൊറോട്ടയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കിച്ചണിൽ വീണ്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് എന്തായി ഉള്ളി വഴന്നോ ഇല്ലേ എന്ന് നോക്കാനായിട്ട് ആദ്യം പോയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സെയിം ടൈമിൽ മറ്റേ അടുപ്പിൽ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഹാഫ് കുക്കായിട്ട് എടുക്കാനാണ് പ്ലാന്. അപ്പോൾ ജസ്റ്റ് ഹാഫ് കുക്കായതിന് ശേഷം നേരെ മസാല ഇട്ടിട്ട് ബാക്കിയുള്ള കൂടിയിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മസാലയുടെ ഉള്ളിയും തക്കാളി അതേപോലെ തന്നെ എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചിക്കനും കൂടിയാണ് ചേർക്കാനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് മോള് വാശി പിടിച്ച് കരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സോൾവ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറി വാഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
ഇന്നത്തെ ബിരിയാണിക്ക് പുതിനയിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് മല്ലിയില മാത്രമാണ് ചേർക്കുന്നത്. പുതിനയില വാങ്ങിക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാനേ ഉള്ളൂ. മസാല ഒക്കെ റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. മറ്റടുപ്പിൽ തന്നെ റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ബിരിയാണിക്ക് മെയിൻ ഐറ്റമാണ് ഉള്ളിയൊക്കെ വറുത്ത് കോരി, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി ഇടലായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ദമ്മിടലും കൂടി നടക്കുന്നുണ്ട്. പിന്നെ ദം ഒരു 20 മിനിറ്റ്സാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫോയിലൊക്കെ വെച്ചിട്ടാണ് ദം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദം ചെയ്തിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോഴാണ് നല്ല ഫ്ലേവർ അതേപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട്സിന് കൊണ്ടുപോകാനുള്ള ഫുഡ് ഈ ബിരിയാണി പോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെയാണ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കുള്ളത് വേറൊരു ബിരിയാണി പോട്ടിൽ ദം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കയ്യിലും അതേപോലെ തന്നെ പ്ലേറ്റ്, ഗ്ലാസ്, അതേപോലെ തൈര് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇക്ക ബിരിയാണിയും ഒക്കെ ആയിട്ട് പോവുകയാണ് ഇക്കാൻ്റെ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാനും മോളും കൂടി ഉറങ്ങാനുള്ളൊരു പ്ലാനാണ്. ഇക്ക എന്തായാലും ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്ത് ഞാനും മോളും ഒറ്റക്കാണുള്ളത്. അപ്പോൾ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് ഉറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ടാറ്റാ.